ഹലോ, ഞങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നീ വിചാരിക്കണ്ടാവും നിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇൻസ്റ്റഗ്രാം എന്താ നിൻ്റെ തറവാടാണോന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒരു പറയുമ്പോൾ ചിലവർക്ക് ശരിയായിട്ട് തോന്നാം, ചില ആൾക്കാർക്ക് അത് ശരി എന്താ പറയുക പറയണേ എനിക്ക് തോന്നുമായിരിക്കാം. എന്തായാലും എനിക്ക് ശരി തോന്നിയതുകൊണ്ട് ഞാൻ പറയാതില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ഒരിക്കലും സമയം കാത്തു നിൽക്കില്ല. സമയം കടന്നു പോകാമെന്നല്ലാതെ നമ്മളവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കുട്ടിയുണ്ട്, അവന് ഷോപ്പിൽ നിൽക്കുകയാണ് ഗ്രോസറിയിൽ. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ സാധനം മേടിക്കാൻ പോയപ്പോൾ ഞാൻ വെറുതെ അവനോട് ചോദിച്ചു. അങ്ങനെ നമ്മൾ അവൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാറില്ല. അവൻ ചോദിച്ചു നീ എന്ത് പഠിച്ചതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ +1 +2 ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് പറഞ്ഞു ചോദിച്ചു, പക്ഷെ ഞാൻ പഠിച്ചില്ല, പഠിക്കാത്തതുകൊണ്ട് എൻ്റെ ഒപ്പം നിങ്ങളുടെ കയറ്റി വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു ഇവിടെ ഞാൻ പെട്ടു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഗ്രോസറിയിലൊക്കെ ആകുമ്പോൾ പ്രവാസികൾക്കറിയില്ല, അവിടെ വലിയ സാലറി ഒന്നും ഉണ്ടാവില്ലല്ലോ, വലിയൊരു സെറ്റപ്പൊന്നുമല്ല. അപ്പോൾ അവൻ പറയുന്നത് ഞാൻ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ നല്ല ജോലിയൊക്കെ ആവുമായിരുന്നു, പക്ഷേ എനിക്കങ്ങനെ ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ മുഖത്ത് ആ ഒരു വിഷമമുണ്ട്, പഠിക്കാത്തൊരു കുറ്റബോധം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പഠിപ്പിക്കാൻ കഴിവുണ്ടായിട്ടും ഫാമിലിക്ക് പഠിപ്പിക്കാൻ കഴിവും നിങ്ങൾക്ക് പഠിക്കാൻ കഴിവുണ്ടായിട്ട് നമ്മൾ ദുൽമ കളിച്ച് നടന്നാൽ നമ്മൾ ഇൽമും ദുൽമും വേണം. കോളേജിലൊക്കെ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഇന്നത്തെ കാലം പ്രത്യേകം. പക്ഷെ നമ്മൾ ഇൽമും ദുൽമും പോകുമ്പോൾ മിതമായ രീതിയിൽ നല്ല രീതിക്ക് കുട്ടികളെ കൂടെ ഇങ്ങനെ നല്ല കളിയും ചിരിയും, സിനിമക്ക് പോവുക, അതേപോലെ എവിടെയെങ്കിലും കറങ്ങാൻ പോവുക, അതൊക്കെ പിന്നെ നോർമലാണല്ലോ. പക്ഷേ നമ്മൾ എല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ പഠിക്കണം. അല്ലാതെ ഈ ദുൽമിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നോട്ട് നോക്കുമ്പോൾ ഒരു ഇൽമും ഉണ്ടാവില്ല. അല്ല, ഞാനൊരു ഇത് പറഞ്ഞത് ഒരു പഞ്ചിൻ്റെ ഇത് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ പുറകോട്ട് പോകുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ടൊരു കാര്യമുണ്ടല്ലോ, സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി അഥവാ പഠിക്കാൻ തീരെ കഴിവില്ല, എനിക്ക് ഒന്നും ആവില്ല എന്നുള്ളതാണെങ്കിൽ എത്രയോ സ്കിൽഡ് കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് മക്കളെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സെങ്കിലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല നമ്മളോടുള്ള അവിടുത്തെ ഓരോ ഇതിലേക്ക് കയറി കഴിഞ്ഞ് ട്രെയിനിങ് കിട്ടി പുറത്ത് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ നാട്ടിൽ വലിയ ചെറിയ കോഴ്സാണ് എന്ന രീതിയിൽ നിൽക്കുന്ന ഇതിൽ തള്ളിയതാണെങ്കിലും പുറത്തേക്ക് എത്ര സാലറിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമുക്കിനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സമയത്തിന് വേണ്ടി കാത്തിക്കരുത്. പഠിക്കുമ്പോൾ പഠിക്കുക, ഇൽമും തുൽമും ബാലൻസ് ചെയ്ത് പോവുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാ. പക്ഷേ അവൻ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടം, പഠിക്കാത്ത കുറ്റബോധം എനിക്കുണ്ട് എന്നും കൂടെ അവൻ പറഞ്ഞപ്പോൾ. അതവനക്ക് അത്രയും ഉള്ളിൽ തട്ടിയതുകൊണ്ടായിരിക്കും അവൻ പറഞ്ഞിട്ടുണ്ടാവുക. അവൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ ചെയ്യുക. അങ്ങനെയൊക്കെ മൈൻഡിലിപ്പോൾ ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും സമയം ഉണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ഗോളെങ്കിലും നിങ്ങൾ സെറ്റാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്.